ശ്രീമഹാദേവ്യൈ നമ. ശ്രീമദ്ദേവി മഹാഭാഗവതം 10-ാം ഭാഗം. 1-ാമത്തെ സ്കന്ധം തൊട്ടിട്ട് 16-ാമത്തെ അധ്യായം കൂടി നമ്മളൊന്ന് പാരായണം ചെയ്തു. അമ്മ ഈരടി ഉപദേശിച്ച് അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ച് ആയില്യകൃഷ്ണനെ ലക്ഷ്മി സന്തോഷിപ്പിച്ചതായിട്ടുള്ള ഭാഗമാണ് പാരായണം ചെയ്തത്. അത് സ്മരിക്കാം. ഓം ശ്രീ മഹാദേവ്യൈ നമ. അമ്മേ ദേവി നാരായണ, ലക്ഷ്മി ദേവി നാരായണ, ഭദ്രേ ദേവി നാരായണ, നമിക്കുന്നു ഞാൻ. സ്വസ്ഥതയും സ്വാതന്ത്ര്യവും സന്തോഷവും കിട്ടാൻ നമ്മൾ ആദിമൂന്നും കളയുവാൻ കർമ്മം ചെയ്യണം. കർമ്മവും തത്ഫലങ്ങളും സമർപ്പണം ചെയ്തു നേടാം ധനം, വിദ്യ, സുഖം, ശ്രീയും, ഭക്തി, മുക്തിയും. അമ്മ തന്ന ധനം, വിദ്യ, അധികാരം, സൗന്ദര്യവും അമ്മയ്ക്കായി സമർപ്പിച്ച് സുഖം നേടണം. ബ്രഹ്മാണ്ടത്തിൽ പ്രകൃതിയായി മായ കാട്ടും ജഗന്മാത, പഞ്ചേന്ദ്രിയ സുഖം നൽകും വിഷയങ്ങളായി. ഇഹലോക സുഖം നേടാൻ ദേഹം വിട്ടാൽ ലയിക്കുവാൻ അമ്മയുടെ പ്രീതിക്കായി നാം പണി ചെയ്യണം. അമ്മയുടെ നാമങ്ങളെ ജപിക്കണം, സ്ഥിരമായി സ്മരിക്കണം ലീലകളെ ഭക്തരായി നമ്മൾ. ഒരേ മനസ്സോടെ ജപിക്കണം, നരർ സ്മരിക്കണം ലീലകളും ധാമം രൂപം കേൾക്കും കാണണം. ദൈവത്തിനായി ചെയ്തിടണം സേവനമായി നിത്യം സർവം. 3 തരം കർമ്മങ്ങളും സമർപ്പിതരായി. അമ്മേ ദേവി നാരായണ, ലക്ഷ്മി ദേവി നാരായണ, ഭദ്രേ ദേവി നാരായണ, നിത്യം നമിപ്പൂ. ശ്രീ മഹാദേവ്യൈ നമ. ഓം സർവം ഖല്യുതമേവാഹം നാന്യതസ്തി സനാതനം. ഞാൻ താനിതെല്ലാം മറ്റൊന്നുമില്ല നൂനം സനാതനം. ഒരിക്കലെങ്ങാൻ തവ നാമമോതുകിൽ പാപങ്ങൾ തീരും പരിശുദ്ധനാകും. മനസ്സുറപ്പിച്ചു ജപിച്ചിടാം ഞാൻ മുമുക്ഷുവായി നാമസഹസ്രമെന്നും. ശ്രീ മഹാദേവി നമ. ലക്ഷ്മി ദേവി ആയില്യകൃഷ്ണൻ്റെ മുമ്പിൽ പ്രത്യക്ഷയായി. എന്തിനു വേണ്ടിയിട്ടാ? ആയില്യകൃഷ്ണൻ ഈ ഈരടി കേട്ട് കഴിഞ്ഞപ്പോൾ, ഇത് ആര് പറഞ്ഞു? ഞാൻ എവിടെ കിടക്കണം? ആരാ ഞാൻ? എന്തിനാ എന്നെ സൃഷ്ടിച്ചത്? എന്തുകൊണ്ടാണ് എന്നെ സൃഷ്ടിച്ചത്? വസ്തു ഏതാണ്? പഞ്ചഭൂതങ്ങൾ അങ്ങനെയല്ലേ? അതെന്തുകൊണ്ടാ? ഇങ്ങനെ പലതും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മ പ്രത്യക്ഷയായിട്ട് അമ്മയുടെ ആ രൂപത്തെ ഒന്ന് നല്ലോണം വർണ്ണിക്കുന്നുണ്ട്. ഈ 64 കലകളോട് കൂടിയിട്ട് അതെല്ലാം വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളാണ്. സ്വാഹ, സ്വധ, നിദ്ര, ഗതി, ക്ഷമ, ദയ, ജൃംഭ, തന്ത്രി, തുഷ്ടി, ലജ്ജ, പുഷ്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ 8 ദേവിമാർ, ദൂതിമാർ, അതേപോലെ 9 നവദുർഗമാർ, അഷ്ടലക്ഷ്മിമാർ, ഇങ്ങനെ എല്ലാവരും പാർഷദ ഇവരെല്ലാവരും സേവിച്ചും കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അമ്മയാണ് അവിടെ ആയില്യകൃഷ്ണന് ഈ ലക്ഷ്മിയുടെ രൂപത്തിൽ കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഞാനൊന്നും മിണ്ടണില്ല. എന്താ വെച്ചാൽ എനിക്ക് അമ്മ പറഞ്ഞു തരട്ടെ എന്ന് വിചാരിച്ചിരി കിടന്നു. അപ്പോഴാണ് അമ്മ ദർശനം കൊടുത്തിട്ട്, ഞാൻ ആരാ? സകല സ്വരൂപിണിയായിട്ടുള്ള ലക്ഷ്മി ദേവിയാണ്. ആ മഹാദേവിയെ നമുക്ക് അറിയാൻ സാധിക്കില്ല എന്ന് പറയാണ്. മഹാദേവിയെ ശരണം പ്രാപിക്കാറാവണമെങ്കിൽ നിർഗുണഭക്തി അത് വരണം. നിർഗുണഭക്തി ഉണ്ടാവില്ല, അത്ര എളുപ്പമല്ല. മഹാവിഷ്ണുവിന് പോലും അത് എളുപ്പമല്ല വെച്ചാൽ പിന്നെ നമ്മുടെ കാര്യം ഒന്ന് ആലോചിക്കാണ്ടോ? ആരാണ് അമ്മ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ സൃഷ്ടിച്ചത് അമ്മയാണ്.
ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് ബ്രഹ്മാവിന് സരസ്വതി മുഖത്തായിട്ടും വിഷ്ണുവിന് ലക്ഷ്മി വക്ഷസ്സിലായിട്ടും പാർവതി ശിവന് അർദ്ധനാരീശ്വരി ഭാവത്തിൽ നൽകിയതും ഒരേ അമ്മയാണ്. അപ്പോൾ ആ അമ്മ പറഞ്ഞ വാക്കുകൾ അങ്ങയെ വളരെ ഇഷ്ടം കൊണ്ടാണ് ഇപ്രകാരത്തിൽ സർവം കല്യുതമേവാഹം നാനിതസ്യ സനാതനം, ഞാൻ താനിതെല്ലാം മറ്റൊന്നുമില്ല നൂനം സനാതനം, ഞാനേ ഉള്ളൂ, ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനേ ഉണ്ടാവുകയുമുള്ളൂ, ഭൂതം വർത്തമാനം ഭാവി 3 കാലത്തിലും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഉണ്ട് എന്ന് തോന്നിക്കൽ മാത്രമേ ഉള്ളൂ, അതെല്ലാം എൻ്റെ വിരാട്ട് എന്ന അതിൽ സ്വയം പ്രകാശിത രൂപമായിട്ടുള്ള എന്നിൽ കാണപ്പെടുന്നതാണ്. ഇത് എന്നിലേക്ക് തന്നെയാണ് ലയിക്കുക, വീണ്ടും എന്നിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അതിന് ശേഷം പറഞ്ഞു, ലക്ഷ്മിയായ ഞാൻ ആയിലകൃഷ്ണനായ അങ്ങയിൽ, വിഷ്ണുവിൽ, കൃഷ്ണനിൽ, ആ ഹൃദയത്തിൽ, ഹൃദയമാകുന്ന താമരപ്പൂവിൽ ഞാൻ ഇരിക്കും. എൻ വാസമന്ദിരം നിൻ ഉൾക്കമലം താൻ സദാ വിഭോ. 1-ാം സ്കന്ധത്തിൽ 16-ാം അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ അമ്മ അത്രയും ഇഷ്ടത്തോടു കൂടിയാണ് ആയില്യകൃഷ്ണനെ കണ്ടത്. എന്താ കാരണം? ആയില്യകൃഷ്ണൻ്റെ ഓരോ രോമകൂപത്തിൽ നിന്നും നിമിഷം തോറും ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, അതിങ്ങനെ നിലനിൽക്കണു, ലയിച്ചു പോകുന്നു. ഓരോ നിമിഷം വേണ്ടു, 3 നിമിഷം കൊണ്ട് ഇന്ന് കൂട്ടുക നമുക്ക്. ഇതിൻ്റെ വാചകം പറഞ്ഞ പ്രകാരം അങ്ങനെയാണ്. ആ അമ്മ ഈ ലോകത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തതാണ് ഈ ഈരടി. പുണ്യം ഭാഗവതം വേദസാരമാണ് അത് തേറുക. അതാണ് ഭാഗവത. അത് ഇത് ഈ 2 വരി സർവം കല്യുതം ഏവ അഹം ന അന്യത് അസ്തി സനാതനം. ഒട്ടും എന്നും നശിക്കാത്തതായിട്ടുള്ള ഈ ഞാൻ, അത് ഞാൻ എന്നുള്ളത് അമ്മയാണ്, സഗുണം അല്ല, നിർഗുണം, ഞാൻ മാത്രമേ ഉള്ളൂ. ആ അമ്മയ്ക്കാണ് കാരുണ്യമുണ്ടായിട്ട് ലക്ഷ്മി പറയുക, ആയില്യകൃഷ്ണ അങ്ങയോട് ഇത് പറഞ്ഞത്. എന്നും ഞാൻ അങ്ങയുടെ ഹൃദയത്തിൽ വസിക്കും, ലക്ഷ്മി വസിക്കും. ഈ ഇരടി എന്നും സൂക്ഷിക്കൂ, ഉൾക്കാമ്പിൽ എന്നും സൂക്ഷിക്കൂ, മറക്കായിക ഇത് ഒരിക്കലും. ഇപ്പം നമ്മളും അത് എന്ത് വേണം, എപ്പോഴും കൊണ്ടു നടക്കണം. അമ്മയുടെ രൂപം, ലീല, ധാമം, നാമം, ഇതെപ്പോഴും നമ്മൾ കൊണ്ടു നടക്കണം. ഈ വാക്ക്, ഈ വേദം, അത് സർവശാസ്ത്ര അർത്ഥ സാരം ആണ്. മുമ്പ് ആരോടത് പറഞ്ഞു കൊടുത്തിട്ടില്ല. കൃഷ്ണനോട് അത്രയും ഇഷ്ടമുണ്ടായത് കൊണ്ടാണ് മഹാദേവി തന്നെ അശരീരിയായിട്ട്, കാണാൻ പറ്റില്ല കാരണം രൂപമില്ല, കാണാൻ പറ്റില്ല, അശരീരിയായിട്ട് ഇത് കേൾപ്പിച്ചത്. അതുകൊണ്ട് എന്നും ഇതിനെ സ്മരിക്കൂ. ഓരോ രോമകൂപത്തിലും നാരായണനുണ്ടാവും, ആ നാഭിയിൽ താമര ഉണ്ടാവും, ബ്രഹ്മാവുണ്ടാവും, ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് മഹാദേവൻ ഉണ്ടാവും. ഇതെല്ലാം മഹാദേവിയാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് സരസ്വതിയും ലക്ഷ്മിയും പാർവതിയും എന്നും ഉണ്ടാവും, കൂടെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഒട്ടും പരിഭ്രമിക്കാതെ കണ്ട് സൃഷ്ടി പ്രക്രിയാദികൾ ചെയ്തോളൂ. അപ്പം ആ കാര്യം ഇത് മുഴുവൻ വിഷ്ണു ബ്രഹ്മാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മയാണ് ഏറ്റവും മീതെ, സർവചരാചരങ്ങളും അമ്മയാൽ നിയന്ത്രിക്കുന്നതാണ്. ഈ ശ്ലോകാർത്ഥത്താൽ ദേവി ചൊന്നതല്ലോ ഭാഗവതം ഹരേ, അത് വിസ്തൃതമായി തീരും ദ്വാപരാദിയുഗങ്ങളിൽ. ഈ 2 വരികൾ വിസ്തരിക്കും. അതാത് ദ്വാപരയുഗത്തിൻ്റെ അവസാനം ഭഗവാൻ ഏതെങ്കിലും ഒരു തരത്തിൽ വ്യാസനായിട്ട് വരും. 28 വ്യാസന്മാരെ പറഞ്ഞു. ഇപ്പോൾ ബൃഹസ്പതിയും വ്യാസം തന്നെയാണ്, വ്യാസനും വ്യാസം തന്നെയാണ്. ഇങ്ങനെ 28ാമത്തെ വ്യാസനാണ് കൃഷ്ണദ്വൈപായൻ. അപ്പം ഇങ്ങനെ ഓരോരുത്തരും വ്യാസനായിട്ട് വന്നിട്ട് ഈ ഈരടിയെ വിസ്തരിക്കും, അത് ഭാഗവതമായിട്ട് മാറും. അമ്മ വിഷ്ണുവിനോട് പറഞ്ഞു, വിഷ്ണു ബ്രഹ്മാവിനോട് പറഞ്ഞു, ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞു, നാരദൻ വ്യാസനോട് പറഞ്ഞു. അത് ശ്രീശുക ബ്രഹ്മർഷിയും സൂതനും കൂടിയിട്ട് പഠിച്ചു. വ്യാസൻ ജനമേജയന് പറഞ്ഞു കൊടുത്തു. അത് സൂതൻ ശൗനകാദി മഹർഷിമാർക്ക് നൈമിഷാരണ്യത്തിൽ വെച്ച് പറഞ്ഞു കൊടുത്തു. അതാണ് ഇപ്പം നമ്മൾ കേൾക്കണത്. ഇങ്ങനെ പരമ്പരയെ പറഞ്ഞു.
വിഷ്ണു വ്യാസൻ പറയാണ്, അത് വേദതുല്യമാണ്. സർവ പുരാണങ്ങൾക്കും ഉപനിഷത്തുകൾക്കും ശാസ്ത്രസാരം ആണ്. എല്ലാ ആഖ്യാനങ്ങളും ചേർന്നതാണ്. എന്നും ഈ ഭാഗവതത്തെ സ്മരിക്കണം. ഒരു ശ്ലോകമോ 2 ശ്ലോകമോ ഒരു അധ്യായമോ ഒരു പ്രകരണമോ എങ്ങനെയാ വെച്ചാൽ അത് എല്ലാ ദിവസവും വേണം. അറിയാവുന്ന ഭാഷയിൽ വേണം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. എല്ലാ ജ്ഞാനവും ഇതുകൊണ്ട് ലഭിക്കും. അത് വായിക്കുമ്പോൾ മറ്റൊരാൾ കേൾക്കും, അപ്പോൾ അവർക്കും അതിൻ്റെ ഗുണഫലം കിട്ടും. വായിക്കാൻ പ്രേരിപ്പിക്കുന്ന അതിനും ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ അവർക്കും അത് കിട്ടും. ദേവീദേവന്മാരൊക്കെ സന്തോഷിക്കും. അവരെല്ലാവിധ അനുഗ്രഹങ്ങളെ തരുകയും ചെയ്യും. ഇതൊരാൾക്കല്ല, എല്ലാവർക്കുമായിട്ട് കിട്ടും. അപ്പം ഇങ്ങനെ നന്നായിട്ട് തന്നെ പറഞ്ഞു. ഇപ്പോൾ സൂതൻ പറയുകയാണ് ശൗനകാദി മഹർഷിമാരോട്, ഇതൊക്കെ കേട്ടിട്ടും ശ്രീശുക ബ്രഹ്മർഷിക്ക് മനസ്സങ്ങോട്ട് തൃപ്തിയായില്ല. എന്താ അതിങ്ങനെ, എനിക്ക് കല്യാണം കഴിക്കണ്ട എന്ന് എപ്പോഴും തോന്നണം എന്നാ പറയാം അച്ഛനോടെ. അപ്പോൾ വ്യാസൻ പറഞ്ഞു, അങ്ങനെയല്ല, ഭാഗവതം നല്ലോണം പഠിക്കൂ, എന്നിട്ടും ആയില്ല വെച്ചാൽ പഠിച്ചു കിട്ടോ. എന്നിട്ട് പഠിച്ചതിൻ്റെ ശേഷം ആയിട്ടില്ല എന്ന് തോന്നി. അപ്പോൾ പറയുകയാണ്, ജനക മഹാരാജാവിനെ ചെന്ന് കാണും. ലൗകികനായിട്ട് ഭൗതികതയിൽ എല്ലാ ലോകവൃത്തികളെയും ചെയ്തുകൊണ്ട് എന്നാൽ ഒന്നിനോടും ആസക്തിയില്ലാതെ കണ്ട് രാജ്യത്തെ ഭരിക്കുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട്. നിമി, ജനകൻ, വിദേഹൻ, മൈഥിലൻ എന്നൊക്കെ ജനക മഹാരാജാവിന് പേരുണ്ട്. ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ദേഹല്യ, വിദേഹന. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായി. ദേഹം വീണു പോകട്ടെ എന്ന് വസിഷ്ഠൻ ശപിച്ചു കഴിഞ്ഞപ്പോഴാണ് ദേഹം വീണത്. അത് യാഗം ചെയ്ത് അമ്മയുടെ അനുഗ്രഹം വാങ്ങിയ സമയത്തായതുകൊണ്ട് അത് ശാപം അത്ര സാരായില്ല. അത് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് മാറിയത്. അതുകൊണ്ട് നിമിക്ക് ദോഷമൊന്നും ഉണ്ടായില്ല. ശരീരം വീണു പോയപ്പോൾ പ്രാരബ്ധ ലേശം ബാക്കിയുണ്ട്. അപ്പോൾ കൺപോളകളിൽ വസിക്കണം ഒരു കൽപ്പകാലം എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. കൺപോള കണ്ണടയ്ക്കുന്നതും കണ്ണ് തുറക്കുന്നതും പ്രാരബ്ധമായിട്ട് മാറാത്തത് കൊണ്ട് പിന്നെ ഒരു ജന്മമില്ല. അപ്പോൾ ആ നിമി ജനിച്ചതായിട്ടുള്ള ഈ ഭക്തിയുടെ പ്രഭാവം കൊണ്ട് ആ കുലത്തിന് മുഴുവൻ ഈ 4 പേരും എന്നും ആ രാജാക്കന്മാർക്ക് കിട്ടും. സീതയുടെ അച്ഛനായിട്ടുള്ള സീരധ്വജൻ, ആ സീരധ്വജൻ ഈ 4 നാമങ്ങൾക്കും അർഹനാണ്. നിമിയായിട്ടും ജനകനായിട്ടും വിദേഹനായിട്ടും മൈഥിലൻ ആയിട്ടും മിഥിലാധിപതി എന്നുള്ള നിലയ്ക്ക്. അപ്പം ഇങ്ങനെ ജീവൻ മുക്തനായിട്ട്, യോഗിയായിട്ട്, സത്യവാദിയായിട്ട്, നിർമ്മലനായിട്ട്, ബഹുശാന്തനായിട്ട് ജീവിക്കുന്ന ആ ബ്രഹ്മജ്ഞാനിയെ ചെന്ന് കാണൂ, അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കൂ, എന്നാൽ നിനക്ക് വിവാഹം കഴിക്കാൻ തോന്നും എന്ന് പറഞ്ഞു. അപ്പോൾ അതത്ര ശരിയല്ല എന്ന് തോന്നി. ശ്രീശുഖമഹർഷി ചോദിച്ചു, ഇത് ഭള്ളാണല്ലോ, അമ്മയും പെങ്ങളും മുത്തശ്ശിയും മകളും ഭാര്യയും ഈ വ്യത്യാസം ഉണ്ടാവില്ലേ? ഇതാ ചോദ്യം. ഓരോരുത്തരെയും വ്യത്യസ്ത രീതിയിലല്ലേ കാണാം. അതേപോലെ 6 രസങ്ങൾ നാവിന് വ്യത്യാസം ഉണ്ടാവില്ലേ? മിത്രം ശത്രു വ്യത്യാസം ഉണ്ടാവില്ലേ? രാജാവ് ഭൃത്യൻ വ്യത്യാസം ഉണ്ടാവില്ലേ? ഗുരു ശിഷ്യൻ, ഭാര്യ ഭർത്താവ്, എല്ലാം എന്തെല്ലാം വ്യത്യാസം ഉണ്ടാവും. പാമ്പും മറ്റേ കയറും ഒരുപോലെയാ? ചൂടും തണുപ്പും ഒരുപോലെയാ? ഇപ്പോൾ ദ്വന്ദ്വം കടന്നു എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വം കടന്നുണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. അത് സാരില്ല, പോയിട്ട് പഠിച്ചു വരൂ, അദ്ദേഹത്തിനെ കണ്ട് പഠിച്ചു വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അനുവാദം വാങ്ങി. എന്നിട്ട് ഇതിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അനുഗ്രഹിച്ചു അച്ഛൻ, നന്നായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ എന്ന്. നന്നായിട്ട് പഠിച്ചു കേട്ടോ. പരീക്ഷകളിലൊക്കെ ജയിക്കുകയും ചെയ്തു. നമ്മൾ ആദ്യം പഠിച്ചിട്ട് പിന്നെ പരീക്ഷ എഴുതാൻ പതിവ്. ഇവിടെ ആദ്യമേ തന്നെ പരീക്ഷയാണ്. പരീക്ഷ കഴിഞ്ഞിട്ടേ പഠനം ഉണ്ടായുള്ളൂ. പഠിച്ചതിന് ശേഷം ഒരു പരീക്ഷ ഉണ്ടായില്ല. പിന്നെ ഇവിടെ വന്നിട്ട് പ്രവർത്തിക്കാനുണ്ടായത്. അച്ഛന് വേണ്ടിയിട്ട് കല്യാണം കഴിക്കുകയും ചെയ്തു. 5 കുട്ടികളുണ്ടായി. അതിനുശേഷം പരിവ്രാജകനായിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ വരമ്പരം നിന്നു എന്നാ പറയേണ്ടത്, ഇല്ല എന്നാ പറയേണ്ടതെന്ന് നമുക്ക് ശരിയാ. ഏതായാലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ട്. പേരക്കുട്ടികളും ഇങ്ങനെയൊക്കെ ആവുകയും ചെയ്തു. ഇതൊക്കെ വേഗം കഴിയുകയും ചെയ്തു. ഇത് നമ്മളെ പോലെ അങ്ങനെ അതുകൊണ്ട് ആസക്തി ഒന്നും ഉണ്ടായിട്ടില്ല. പരിവ്രാജകനായിക്കൊണ്ട് അത് ചെയ്തു, ധർമ്മത്തെ ചെയ്തു, മുക്തി നേടി എന്ന് സാരം. ശങ്കരാചാര്യ പരകായ പ്രവേശം ചെയ്തുകൊണ്ട് സ്ത്രീ സുഖത്തെ അറിഞ്ഞ് മുക്തി നേടിയ പോലെ ഒരു ആസക്തിയും കൂടാതെ കണ്ട് ആ കർമ്മത്തെ നിർവഹിച്ചുകൊണ്ട് മുക്തി നേടി. അതാണ് ശ്രീശുഖ ബ്രഹ്മർഷിയുടെയും
അച്ഛനായിട്ടുള്ള വ്യാസൻ്റെയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം അങ്ങനെ വേണം ഭാഗവതം പഠിക്കാനായിട്ട്. ഈ 17-ാമത്തെ അധ്യായത്തിലെ ശ്രീശുക ബ്രഹ്മർഷി മിഥിലയിലേക്ക് പോകുന്നതായിട്ടുള്ള രംഗമാണ്. അത് കേൾക്കാം. ശ്രീമദ് ഭാഗവത മഹാപുരാണം 1-ാം സ്കന്ധം 17-ാം അധ്യായം. സൂതൻ: ഓം. ഈ വണ്ണമച്ഛനോടോതി കാലിൽ സാഷ്ടാംഗമായി ശുകൻ വീണുകൂപ്പി പോകുവാൻ ഇച്ഛിച്ചു ചൊന്നാൻ മഹാശയൻ. വിട ചോദിച്ചു ഞാൻ ഗ്രാഹ്യമത്രേ ജനക നിൻമൊഴി കാൺമാനിച്ചിപ്പു ജനകൻ വാഴും വൈദേഹമാം പുരം. ദണ്ഡം കൂടാതെ ജനകൻ രാജ്യം ശാസിപ്പതെങ്ങനെ? ധർമ്മത്തിലെന്നും വർത്തിക്കാദണ്ഡമില്ലെങ്കിലോ ജനം. ധർമ്മത്തിൻ കാരണം ദണ്ഡമെന്നോതി മനു തൊട്ടവർ ഭരിപ്പതെങ്ങനെ നൃപൻ എന്നതാണിങ്ങു സംശയം. ബന്ധ്യയാ ഇവളെന്നമ്മ എന്ന പോലീ വിചേഷ്ടിതം. വിട ചോദിപ്പൂ ഞാൻ താതാ പോയി വരട്ടെ പരന്തവ. സൂതൻ: പോവാനുറച്ച മകനെ കണ്ട് സത്യവതി സുതൻ ആ ജ്ഞാനിയാം നിസ്പൃഹനെ മാറണച്ചേവമോദിനാൻ. വ്യാസൻ: മംഗളം പുത്ര ദീർഘായുസ്സായി ഭവിക്ക മഹാമതേ. പോയാലും എന്നോട് സത്യം ചെയ്ത ശേഷം യഥാ സുഖം. ശ്രീ മഹാദേവ്യൈ നമഃ. എന്താ സത്യം ചെയ്യിച്ചത്? പോയാൽ ഇങ്ങോട്ട് തിരിച്ചു വരണം, അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോകരുത് എന്ന്. എന്നിട്ട് ഇവിടെ വന്ന് കല്യാണം കഴിക്കണം എന്നാണ്. അത്രയുള്ളൂ. അത് സത്യം ചെയ്തിട്ടേ പോയതുള്ളൂ. തിരിച്ചു വരണം പോയാൽ ഇങ്ങി പുണ്യാശ്രമത്തിൽ നീ. മറ്റെങ്ങുമേതുമട്ടും നീ പോകാൻ പാടില്ലൊരിക്കലും. നിൻമുഖാംഭോരുഹം കണ്ട് സതതം വാഴുകയാണു ഞാൻ. കാണാഞ്ഞാൽ അഴലുണ്ടാകും മകനെ പ്രാണനാണു നീ. വിദേഹനെ കണ്ടു നിന്റെ സന്ദേഹം തീർത്തു നീ സുത. ഇങ്ങു വന്നു സുഖം വാഴുക വേദാധ്യയന നിഷ്ഠനായി. സൂതൻ: വലം വെച്ച ആര്യനാമച്ചൻ തന്നെ വന്ദിച്ചു തൽക്ഷണം. വില്ലുവിട്ട ശരം പോലെ നടന്നാൻ ശുകനും തഥാ. കണ്ടാൻ അനേകം ദേശങ്ങൾ വിത്തധർമ്മി ജനത്തെയും വിളഭൂമികളും കാടും പൂത്തു കായ്ച്ച മരങ്ങളും. യാഗത്തിനായി ദീക്ഷ പൂണ്ടോർ, തപം ചെയ്യും മുനീശ്വരർ, വാനപ്രസ്ഥാശ്രമസ്ഥന്മാർ, യോഗാഭ്യാസ വിശാരദർ. ഇപ്പം അനവധി തരത്തിൽപ്പെട്ടതായിട്ടുള്ള കാഴ്ചകളെ കാണാം. ഇതൊക്കെ ചെറിയ കുട്ടി ജനിച്ച് ഇങ്ങനെ ക്രമേണയായിട്ട് വളർന്നു വരുമ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഓരോന്ന് ഒരു യാത്രയിൽ മുഴുവൻ കണ്ടതായിട്ട് വിസ്തരിച്ചു. ശൈവർ, പാശുപതർ, സൗരർ, ശാക്തർ, വൈഷ്ണവർ ഇങ്ങനെ നാനാധർമ്മം ചരിക്കുന്നവരെയും കണ്ടാൻ സവിസ്മയം. ഇപ്പോൾ ശൈവ, വൈഷ്ണവ, ശാക്തേയമായിട്ടാണ് ഭഗവാങ്കൽ എത്തുക. പാശുപതം, അതേപോലെ പാശുപതവ്രതർ അങ്ങനെയാണ്. പിന്നെ സൗരർ, ഗാണപത്യർ ഇങ്ങനെയൊക്കെയുണ്ട്. 2 വർഷം കൊണ്ട് മേരുശൈലത്തെയും ഒരാണ്ടിനാൽ ഹിമവാനെയും ഉല്ലംഘിച്ചെത്തിനാൻ മിഥിലാപുരം. ഇപ്പം ആലോചിക്കണം, മേരുവിനെ 2 വർഷം വേണ്ടി വന്നു മറികടക്കാൻ, ഹിമവാൻ 1 വർഷം വേണ്ടി വന്നു മറികടക്കാൻ. അങ്ങനെ 3 കൊല്ലം കടന്നിട്ടാണ്. സത്വരജ സമോ ഗുണങ്ങളാണത്. അത് രജസും തമസും 2 കൊല്ലം കൊണ്ട്, സാത്വികം 1 കൊല്ലം കൊണ്ട്. അങ്ങനെയാണ്. മിഥിലാപുരിയിൽ കണ്ടാൻ ശുകൻ സർവസമൃദ്ധിയും നല്ല ആചാരങ്ങളോടൊത്ത് സുഖിക്കും നാട്ടുകാരെയും. ദ്വാരപാലൻ തടുത്തോതി ആരു നീ വന്നതെന്തിനായി? കാര്യമെന്തെന്നുരച്ചാലും മിണ്ടിയിൽ അവൻ ഉത്തരം. ചിരിച്ചൊന്നും ഉരയ്ക്കാതെ വിസ്മയസ്തബ്ധനായി ശുകൻ. ഗോപുരപ്പടിയിൽ തന്നെ നിന്നാൻ കുറ്റിക്കണക്കിനെ പ്രതിഹാരി. ചൊൽക നീ മൂകനോ വിപ്ര, നീയെന്തിങ്ങോട്ട് പോരുവാൻ? ഒന്നും മിണ്ടാതെ നിൻ കാര്യമൊന്നുമാവില്ല നിശ്ചയം. നൃപാജ്ഞ വേണം ഈ പട്ടണത്തിൽ ആർക്കും കടക്കുവാൻ. കുലശീലങ്ങൾ നോക്കാതെ കടത്താറില്ലൊരാളെയും. തേജസ്വിയായി വേദവിത്താം വിപ്രൻ അങ്ങെന്നു കാൺമു ഞാൻ. കുലവും കാര്യവും ചൊല്ലി യഥേഷ്ടം പോകമാനതാം. അപ്പം ആദ്യത്തെ തടുക്കലാണ്. മിഥിലയിലേക്ക് എത്തി, കടക്കാൻ പറ്റിയില്ല. നീ ആരാ പറയണം, എന്താ ഉദ്ദേശം? രാജാവിൻ്റെ അനുവാദം വാങ്ങിയിട്ടാണ് കടക്കാൻ പറ്റൂ. ശുകൻ: എന്തിനിങ്ങോട്ടു ഞാൻ പോന്നു? നിൻ വാക്കാലതു നേടി ഞാൻ. വിദേഹ നഗരം കാണാൻ പ്രവേശം കൂടി ദുർലഭം. 2 ശൈലങ്ങളും താണ്ടി കാണാൻ ഇച്ഛിപ്പു ഭൂപതേ. 2 ശൈലങ്ങളും താണ്ടി കാണാൻ ഇച്ഛിച്ചു ഭൂപനെ. നടന്നു പോന്നതേ ബുദ്ധി കെട്ടോരെൻ്റെ ദുരാഗ്രഹം. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തടുത്തു. ദ്വന്ദ്വം കടന്നു എന്നാണ് ആശാൻ പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ തടുത്തു. അപ്പോൾ ദ്വന്ദ്വം കടന്നിട്ടില്ല എന്നുള്ള ഉറപ്പായി. എൻ്റെ 3 കൊല്ലത്തെ അധ്വാനം വെറുതെ പോയി. അപ്പം അതുകൊണ്ട് നഷ്ടമായി ഞാൻ വന്നത് എന്ന് ഈ ദ്വാരപാലനോട് പറഞ്ഞു. പിതാവാൽ ഞാൻ വഞ്ചിതനായി, ദൂഷ്യം ആർക്കെന്തുരപ്പു ഞാൻ. എൻ കർമ്മമെന്നെ തെണ്ടിച്ചതാണ് ഈ മന്നിൽ മഹാമതേ. ദ്വാരപാലനോട് മഹാമതേ എന്ന് വിളിച്ചുകൊണ്ട് ആ സംബോധന തന്നെ. എന്നിട്ടാണ് പറയണത്, അച്ഛനാണ് അങ്ങനെ പറഞ്ഞു വെച്ചാലും ഇത് അച്ഛൻ്റെ കുറ്റമല്ല, രാജാവിൻ്റെ കുറ്റമല്ല, നിൻ്റെ കുറ്റമല്ല, എൻ്റെ കുറ്റമാണ്. എന്താ കാരണം? എനിക്കിത് അനുഭവിക്കാനുള്ള യോഗമുണ്ട്, അതുകൊണ്ട് ഞാനിത് അനുഭവിച്ചു.
അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആ നിമി മഹാരാജാവിന് ഇവിടെ വരണ്ട, കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്ന സമയത്ത് അവിടെ അപ്ലൈ കിട്ടും. CCTV ഉണ്ട് അവിടെ. അതൊരു വല്ലാത്ത ജ്ഞാനാണ്. അപ്പോൾ ആദ്യത്തെ പരീക്ഷ ജയിച്ചു എന്ന് മനസ്സിലായി. കാരണം താൻ തന്നെ മനസ്സിലാക്കുകയാണ്, തന്നെ മനസ്സിലാക്കിയിട്ട് അതിൽ ജയിക്കുകയും ചെയ്തു. അതാണ് മർത്യൻ വട്ടം കറങ്ങുന്ന ഹേതുവോ വിത്തവാഞ്ചതൻ എനിക്കതില്ല, എന്നാലും ഞാൻ ഭ്രമം കൊണ്ട് ഇങ്ങു പോന്നതാം. ആഗ്രഹം സ്വതവേ പലർക്കും പലതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമാണ് ധനെ. അതുപോലും എനിക്ക് ആഗ്രഹമില്ല. പിന്നെയും എന്നെ ഇങ്ങനെ വട്ടം കറക്കാച്ച മായയുടെ ഒരു കടുപ്പേ. മോഹത്തിൽ മഗ്നനല്ലെങ്കിൽ ആശയറ്റോൻ സദാ സുഖി, ആശയില്ലിങ്ങു പക്ഷേ ഞാൻ മോഹക്കടലിൽ മുങ്ങിയോൻ. ഞാൻ ദേഹമാണ് എന്നുള്ള ഈ മോഹം ഉണ്ടല്ലോ, അതാണ് മോഹം. എനിക്ക് ഒരാഗ്രഹവും ബാക്കിയില്ല. ധനാശ കൂടി ഇല്ലാച്ചാൽ പിന്നെ ബാക്കി ഒന്നും ആഗ്രഹമില്ല. അപ്പോൾ ആഗ്രഹമില്ലാത്ത എനിക്ക്, വൈരാഗ്യം വന്ന എനിക്ക്, ഈ ഞാൻ ദേഹമാണ് എന്നുള്ളൊരു ബോധം വന്നതുപോലും അമ്മയുടെ മായയാണ്. ആ മായയെ എനിക്ക് തരണം ചെയ്യണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് സ്വയം ആലോചിച്ചു. അതാ പറഞ്ഞത്, മേരുവെങ്ങ് എങ്ങു മിഥില പോന്നേൻ കാൽനടയായി ഞാൻ, യത്നത്തിൻ ഫലം എന്തിങ്ങ് വഞ്ചിതൻ വിധിയാലിവൻ. നന്മയോ തിന്മയോ തിന്നേ തീരൂ പ്രാരബ്ധമേവനും, കർമ്മിപ്പിപ്പത് അതാണെന്നും അതിൻ കീഴ് ഏതു യത്നവും. ഇപ്പം നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത് ഈ പ്രാരബ്ധം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. 2 കൊല്ലം മേരു അത് കടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രയത്നം ചെയ്തു. അതെൻ്റെ കർമ്മം. ഹിമവാൻ കടക്കാൻ 1 കൊല്ലം. അപ്പോൾ സത്ത് രജസ് തമോ ഗുണങ്ങളെ മറികടന്ന് ഞാൻ ഇവിടെ എത്തി. എന്നിട്ടും കിട്ടിയതോ ഈ തടസ്സം ആണ്. അതൊരു തമോ ഗുണ. അപ്പോൾ നന്മയായാലും തിന്മയായാലും പ്രാരബ്ധം അനുഭവിച്ചല്ലാതെ കണ്ടത് തീരില്ല. കർമ്മം ചെയ്യിക്കും. നമ്മൾ സദാസമയത്ത് 24 മണിക്കൂറും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ഉറക്കത്തിൽ ചെയ്യുന്ന കർമ്മം ശ്വാസം വലിക്കൽ, അത് നമ്മൾ അറിയണില്ല. നമ്മൾ കഴിച്ച ആഹാരങ്ങൾ ദഹിക്കുന്നുണ്ട്, ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്, നമുക്ക് അറിയണില്ല ഒന്നും. എന്തിനോ ഞാൻ പണിപ്പെട്ടൻ വേദമില്ലിഹ തീർത്ഥവും കടക്കാൻ അരുതെന്നായി വിദേഹൻ തൻ്റെ നാട്ടിലും, എന്നോതി വിരമിച്ചാശു നിന്നാൻ മോഹൻ്റെ മാതിരി. ജ്ഞാനി ഏതോ ദ്വിജശ്രേഷ്ഠൻ തേറിനാൻ ദ്വാരപാലകൻ, ആ നിൽക്കും മുനിയോടോതി അവനേവം വിനീതനായി. പോകാം ദ്വിജശ്രേഷ്ഠ യഥേഷ്ടം കാര്യമുള്ളിടം, തടഞ്ഞു നിർത്തിപ്പോയുള്ളോരെൻ്റെ തെറ്റു പൊറുക്കണം. മഹാഭാഗ ഭവാൻ ബ്രഹ്മൻ വിമുക്തർക്കു ബലം ക്ഷമാം. ഇപ്പോൾ വിദേഹൻ്റെ നാട്ടിലെ ഭൃത്യൻ കുറച്ച് ജ്ഞാനമുണ്ട്. ഈ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടപ്പോൾ അത് ജ്ഞാനിയാണ് പറഞ്ഞത് എന്ന് മനസ്സിലായി. ഇദ്ദേഹത്തിന് ഈ രാജാവിൻ്റെ അടുത്തെത്താൻ അനുവാദം വേണ്ട, അതുകൊണ്ട് അങ്ങ് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പകുതി ആശ്വാസമായി, കുറച്ച് ജ്ഞാനം എന്നുള്ള ഉറപ്പായി. ക്ഷമ ചോദിക്കുകയും ചെയ്തു തടുത്തേന്. അപ്പോൾ ഇവിടെ ക്ഷമിക്കേണ്ട വിഷയമില്ല, കാരണം നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്തു, അത് സത്യമാണ്, അതിന് ആക്ഷേപമില്ല എന്ന് ശ്രീശുഭ ബ്രഹ്മർഷി പറയുകയും ചെയ്തു. ശുഗൻ നിനക്ക് കുറ്റമെന്തിങ്ങ് പരതന്ത്രൻ ഭവാൻ സദാ, വേണ്ട പോൽ പ്രഭുകാര്യത്തെ ചെയ്യുന്നോൻ തന്നെ സേവകൻ. നിർബന്ധമില്ല ഇതിൽ ദോഷം എന്നെ രക്ഷിക്കയാൽ ഭവാൻ, കള്ളനെയും ശത്രുവേയും അറിയേണ്ടതു താൻ ബുധർ. ഞാൻ ഇങ്ങു വന്നതേ കുറ്റം എൻ്റേതാണ് ഏതു മട്ടിലും, അന്യഗേഹത്തിലെ പോക്ക് ലഘുതയ്ക്കുള്ള കാരണം. പുരാണം വായിച്ചാൽ കിട്ടുന്ന വലിയ ഉപദേശം അതൊക്കെ. നമ്മൾ സാധാരണ സ്ത്രീകൾ വടുക്കോർത്ത് അന്യൻ്റെ വടുക്കോർത്ത് പോയിട്ട് തിരി നുണ പറയാറുണ്ടേ. അത് പാടില്ലാതെ ശ്രീശുഭ ബ്രഹ്മർഷിയാണ് പറയണതേ. ഞാനിപ്പോൾ എൻ്റെ രാജ്യം വിട്ടിട്ട് ഈ മിഥില രാജ്യത്തിലേക്ക് വന്നത് എൻ്റെ പേര് ദോഷത്തിന്, എൻ്റെ സമയനഷ്ടത്തിന്, എൻ്റെ മുക്തി കിട്ടാനുള്ള ഉപാസനയ്ക്ക് കിട്ടുന്നതായിട്ടുള്ള സമയത്തെ ഞാൻ നഷ്ടപ്പെടുത്തി എന്നാ. അന്യഗേഹത്തിലെ പോക്ക് ലഘുതയ്ക്കുള്ള കാരണം. പിന്നെ മിഥില രാജാവിനെ ഒന്ന് പുകഴ്ത്തി. എന്താണ്? ഭൃത്യന് ജ്ഞാനമുണ്ടായില്ലോ. ഭൃത്യൻ എന്നെ വധിക്കുകയോ അല്ലെങ്കിൽ ശരീര പീഡ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊന്നും ചെയ്തില്ല. അപ്പോൾ വരുന്നയാൾ ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഭൃത്യന്മാർക്കും ഉണ്ട്. ദ്വാരപാലകനാണ് ഏറ്റവും താഴെപ്പത് കഥയെ, ഏറ്റവും താഴെയാണ് ദ്വാരപാലകൻ. ശമ്പളം നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ആ ദ്വാരപാലകനും ഇത്രയും ജ്ഞാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഴച്ചിട്ടില്ല, പകുതി ആശ്വാസമായി. രണ്ടാമത്തെ പറയാണ്, അന്യഗേഹത്തിലെ പോക്ക് ലഘുതയ്ക്കുള്ള കാരണം. വിളിച്ചാലോ അല്ലെങ്കിൽ നമുക്കൊരാവശ്യം ഉണ്ടെങ്കിലോ മാത്രമേ അന്യഗേഹത്തിലേക്ക് പോകാൻ പാടുള്ളൂ. നമ്മളെ മറ്റൊരാളെ ഫോണിൽ വിളിക്കുകയാണെന്ന് വെച്ചാൽ ഒന്നുകിൽ വിളിക്കണയാൾക്ക് ആവശ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ആൾ വിളിച്ചിട്ട് ഒരാവശ്യം പറഞ്ഞിട്ട് വേണം വിളിക്കാനായിട്ട്. 2 പേരിൽ ഒരാൾക്ക് ഒരാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ തമ്മിൽ ബന്ധം പാടൂ. ആ ആവശ്യം കഴിഞ്ഞാലോ അത് വിടുകയും വേണം.
അതിൽ ഒരു എക്സംഷൻ ഉള്ളത് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മ, ഭർത്താവിന് ഭാര്യ, 2 മിത്രങ്ങൾ, ഗുരു ശിഷ്യൻ, ഭഗവാൻ ഭക്തൻ. ഇപ്പോൾ ഭാഗവത യജ്ഞവേദിയിൽ ക്ഷണിക്കണ്ട ചെല്ലാം. അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ ഈ നിയമം നോക്കണ്ട എന്നുള്ള രീതിയിലുള്ളൂ. ബാക്കിയൊക്കെ നിയമം നോക്കണം. അങ്ങനെയാണ്. ശ്രീ പ്രതിഹാരി സുഖദുഃഖങ്ങൾ എന്തെന്തേ ശുഭം ഇച്ഛിക്കിൽ വേണ്ടതും ശത്രുവാർ ബന്ധുവാർ എല്ലാം വിസ്തരിക്കുക താപസ. ശ്രീശുകൻ 2 മട്ടി ലോകമെങ്ങും 2 മട്ടിൽ ജനങ്ങളും രക്തൻ വിരക്തൻ അവർ തൻ ചിത്തവും 2 മട്ടുതാൻ. ഇപ്പോൾ അവിടെ ആസക്തിയുള്ളവർ രക്തൻ, ആസക്തി ഇല്ലാത്തവർ വിരക്തൻ. അപ്പോൾ നമ്മളൊക്കെ ആസക്തരാണ്. ചിലവർക്ക് കൂടുതലുണ്ടാവും, ചിലവർക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ. അത്രേ വ്യത്യാസമുള്ളൂ. ആസക്തി ഇല്ലാത്ത ഒരാൾ ഈ ഭൂമിയിലില്ല. വിരക്തി ഉണ്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല, കുറച്ച് ആസക്തനാണ്. കാരണം ദേഹബോധമുണ്ട്. ദേഹബോധം ഇല്ലാത്തൊരവസ്ഥയിലെത്തിയാൽ മാത്രമേ വിരക്തൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ദേഹബോധം ഇല്ലാത്ത ആളുകൾ ഈശ്വരഭാവത്തിൽ എത്തിയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ വിരക്തന്മാരാണെങ്കിലും ആസക്തി ഉള്ളവരാണ്, ദേഹമോഹമുള്ളവരാണ്. വിരക്തർ മൂവിധം മന്നിൽ ഉത്തമ അധമ മധ്യമർ രക്തനും 2 വിധമാം സമർത്ഥൻ അസമർത്ഥനും. ഇപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു ശ്ലോകമാണ്. വിരക്തി വന്ന നമ്മളെ പോലെയുള്ള ഭാഗവതന്മാർ ഉത്തമനും അധമനും മധ്യമനുമായിട്ട് 3 തരത്തിൽപ്പെടും. ഭാഗവതന്മാർ സാധാരണഗതിയിൽ ഒന്നിനോട് ആഗ്രഹമില്ലാത്തവരാവും, യഥാർത്ഥത്തിലുള്ള ഭാഗവതനാണെങ്കിൽ. ഇപ്പം നമ്മളൊക്കെ അതിൻ്റെ ഒരു പ്രാകൃത ഭാവത്തിൽ എത്തിയിട്ടുള്ളൂ, ഏറ്റവും താഴെയാണ്. ഇനി അതിലും മീതെ വരും, അത് മധ്യമനാണ്. ഭഗവതം വീട്ടിലിരുന്നിട്ട് വായിക്കാം, ആരും കാശ് തരില്ല. നമ്മുടെ ആ സമയം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപാസന എന്ന നിലയ്ക്ക് വിനിയോഗിക്കുകയാണ്, അത് മധ്യമാണ്. ഇനി ഉത്തമൻ ആയിട്ടുള്ള ആൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഭാഗവതം പറഞ്ഞു കൊടുക്കും, ഭാഗവത പ്രകാരം തന്നെ ജീവിക്കും, ഒരു പ്രതിഫലവും വാങ്ങുകയില്ല. ആരെ കൊണ്ടെങ്കിലും വാങ്ങിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയില്ല എന്ന് സാരം. ഒരു പ്രതിഫലവും വാങ്ങില്ല. അപ്പം അത് ഉത്തമൻ. അപ്പം നമ്മളെ പോലെയുള്ളവർ വീട്ടിലിരുന്ന് വായിക്കുമ്പോൾ അത് മധ്യമൻ. ഈ ഭാഗവതം വേണ്ട രീതിയിൽ കുറച്ചൊക്കെ വായിക്കും, എല്ലാവർക്കും പോവും, അതൊക്കെ പലതും ചെയ്യും, യജ്ഞവേദികളിലൊക്കെ ചെല്ലുകയും ഊണഴിച്ച് പോരുകയൊക്കെ ചെയ്യും, അത് പ്രാകൃതം. അപ്പോൾ നമ്മൾ 3ാമത്തെ ഭാവത്തിൽ ആ സത്യം പറഞ്ഞാൽ നിൽക്കുക. അതിൽ 2ാമത്തെ ഭാഗത്തിൽ വീട്ടിലിരുന്ന് വായിക്കുന്നവരെ കുറേ ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇതാണ് വിരക്തൻ മൂവിധം മന്നിൽ ഉത്തമ അധമ മധ്യമർ. ഇനി അടുത്തതാണ് ഭക്തൻ അല്ലെങ്കിൽ രക്തൻ, ആസക്തൻ. ആസക്തിയുള്ളവർ 2 തരത്തിലാണ്, സമർത്ഥൻ അസമർത്ഥൻ. ആസക്തിയുള്ളവർക്ക് 2 തരത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും. എന്തിനോടാണ് ആസക്തി? ഭൗതികതയോടാണ് ആസക്തിയെങ്കിൽ അവൻ നശിക്കുക തന്നെ ചെയ്യും. ഈ ഭൗതികതയിൽ ഇരുന്നു കൊണ്ട് ഭഗവാങ്കലെത്താനാണ് ആസക്തിയെങ്കിൽ പ്രവൃത്തികളൊക്കെ അതേപോലെ വരികയും ചെയ്യും. എന്നാലോ ഇത് ഈ ജീവനെ ബാധിക്കൂല, രക്ഷപ്പെടും. അപ്പോൾ അവിടേക്ക് എത്താൻ നമുക്ക് കൂട്ടി പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ സാമർഥ്യവും സാമർഥ്യമില്ലായ്മയും അസമർത്ഥത. ഇപ്പോൾ സമ്പാദ്യം, സത്സംഗം കിട്ടാൻ സമ്പാദ്യം, വലിയ സമ്പാദ്യം. പിന്നെ പുണ്യങ്ങൾ സമ്പാദിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യൽ, അതും ഒരു സമ്പാദ്യമാണ്. അത് സാമർഥ്യമാണ്. കുറേ കാശുണ്ടാക്കലോ യശസ് ഉണ്ടാക്കലോ അങ്ങനെയൊക്കെയാണ് വെച്ചാൽ അത് സാമർഥ്യമല്ല, അതൊരു തരം അസമർത്ഥതയാണ്. ജീവൻ എത്രത്തോളം അതുകൊണ്ട് പുണ്യം കിട്ടുമെന്ന് വെച്ചാൽ അതാണ്. അപ്പം അങ്ങനെ അല്ലാതെ കണ്ട് ആണ് കാര്യം നടക്കണമെങ്കിൽ അവൻ മിടുക്കന. സാമർഥ്യവും 2 വിധം ശാസ്ത്രജം പിന്നെ ബുദ്ധിജം. പഠനം കൊണ്ട് അങ്ങനെ കിട്ടാച്ചാൽ അത് സാമർഥ്യം, അത് ശാസ്ത്രജമാണ്. പിന്നെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് ബുദ്ധിജം. സാമർഥ്യവും 2 വിധം ശാസ്ത്രജം പിന്നെ ബുദ്ധിജം. ബുദ്ധിയും 2 വിധമാം യുക്തം പിന്നെ അയുക്തവും. ബുദ്ധിയുണ്ട് 2 വിധം. യുക്തിയുക്തമായിട്ട് അത് ശരി എന്ന് തോന്നിക്കുന്നത്, അത് ചിന്തിക്കാൻ വിശയില്ലാതെ കണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, അങ്ങനത്തെ വരും. പ്രതിഹാരി, ഇതൊക്കെ ശ്രീശുക ബ്രഹ്മർഷി പറയുകയാണ്. പ്രതിഹാരി വിദ്വൻ മനസ്സിലാവുന്നില്ല അങ്ങൊന്ന് ഓതുന്നത് ഏതുമേ തിരിയും വണ്ണമെല്ലാം നീ വിസ്തരിക്കാം മുനീശ്വര.
പ്രതിഹാരി പറഞ്ഞു, ഈ തടുക്കാൻ വന്നയാൾ പറഞ്ഞു, അങ്ങ് പറഞ്ഞൊക്കെ ഞാൻ കേട്ടു, എനിക്ക് മുഴുവൻ മനസ്സിലായില്ല കേട്ടോ, ഒന്ന് വിസ്തരിച്ച് പറഞ്ഞുതരൂ. ശ്രീശുകൻ, രക്തി സംസാരത്തിലുള്ളവനത്രേ രക്തൻ അസംശയം, ദുഃഖവും സുഖവും രക്തനുണ്ടാം നാനാതരത്തിലായി. ഇപ്പോൾ നമ്മൾ ഈ ആസക്തരായതുകൊണ്ട് നമുക്ക് ദുഃഖം ഉണ്ടാവും, സുഖം ഉണ്ടാവും, പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള സംസാര ദുഃഖങ്ങൾ. പുത്രധാരാദിയും വിത്തം മാനം ജയവുമാർന്നിടിൽ, സുഖം മറിച്ച് കിട്ടാഞ്ഞാൽ മഹാദുഃഖം പ്രതിക്ഷണം. ഇപ്പോൾ നല്ല ഭാര്യ, ധാരാളം കുട്ടികൾ, നല്ല യശസ്, ധാരാളം സമ്പാദ്യം, കാറ്, ബംഗ്ലാവ്, അധികാരം, ധനം ധാരാളം, ഇതൊക്കെ ആസക്തി. ഇത് കിട്ടിയില്ല വെച്ചാൽ നമ്മൾ ദുഃഖിക്കും, ഇതുള്ളവർ സുഖിക്കും. സുഖം നേടാനുള്ള ഉപായം അവൻ തൻ കരണീയവും, സുഖകാര്യം മുടക്കുന്നവനാരോ ശത്രു അവനവൻ. അപ്പോൾ നമുക്ക് സുഖം തരുന്നവരൊക്കെ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരൊക്കെ നമുക്ക് മിത്രങ്ങൾ, അല്ലാത്തവരൊക്കെ നമുക്ക് ശത്രുക്കൾ. സുഖമേകുന്നവൻ തന്നെ ബന്ധു രാഗിക്കു സർവഥ. ഇപ്പോൾ ഈ ഒരു ശ്ലോകം 2 ശ്ലോകത്തിലായിട്ടാണ്, 43, 44 പകുതിയും പകുതിയാണ്. സുഖകാര്യം മുടക്കുന്നോനാരോ ശത്രു അവൻ, സുഖമേകുന്നവൻ തന്നെ ബന്ധു രാഗിക്കു സർവഥ. സുഖം തരുന്നയാൾ നമുക്ക് ബന്ധുവാണ്, ദുഃഖം തരുന്നയാൾ ശത്രുവാണ്. ഇതേ നമുക്ക് അറിയുള്ളൂ. അത് ഇന്ദ്രിയം ആണ് എന്ന് മാത്രം, ഇന്ദ്രിയാധിഷ്ഠിത, അല്ലാണ്ട് ജീവനെ രക്ഷിക്കുക എന്ന അവസരത്തിലല്ല. ഗുരുക്കന്മാർ ശിഷ്യനെ പീഡിപ്പിക്കുന്നത് പല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട്, അപ്പോൾ താൽക്കാലികമായിട്ട് ശത്രുഭാവത്തിലും, പക്ഷേ ആ ഗുരുവിൻ്റെ ലക്ഷ്യം ഇയാൾ ശുദ്ധനാവട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ അത് മിത്രഭാവത്തിലുമാണ്. ഗുരു മിത്രഭാവത്തിൽ ഇങ്ങോട്ട് കാണുന്നു, ശത്രുഭാവത്തിൽ ശിഷ്യൻ ഗുരുവിനെ കാണുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സുഖകാര്യം മുടക്കുന്നോനാരോ ശത്രു അവൻ, സുഖമേകുന്നവൻ തന്നെ ബന്ധു രാഗിക്കു സർവഥ. സമർത്ഥനായോൻ മോഹിക്കാം, മൂഢൻ മോഹിക്കും എപ്പോഴും, ആത്മാരാമൻ വിരക്തന് ഏകാന്ത സേവയും. ആത്മാനുചിന്തയും പിന്നെ വേദാന്തത്തിൻ്റെ ചിന്തയും, പ്രപഞ്ച വ്യവഹാരങ്ങളൊക്കെയും ദുഃഖഹേതുതാൻ. ശുഭേച്ഛുവാകും വിദ്വാൻ പലരുണ്ട് എതിരാളികൾ, കാമം ക്രോധം പ്രമാദം തൊട്ടുള്ളതെല്ലാം അരാദികൾ. സന്തോഷം താൻ ബന്ധു മറ്റില്ലൊന്നും ഉലകത്തിലും. സൂതൻ ഇങ്ങനെ വളരെ വിസ്തരിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഷഡ്വൈരി, ഷഡൂർമി, ഷഡരി ഇതിനെയൊക്കെ പറ്റി സൂചിപ്പിച്ചു. അതാണ് സൂതൻ. ഏവമോദം ശുഗൻ തന്നെ ജ്ഞാനി എന്നായി ഗ്രഹിച്ചുടൻ, പ്രവേശിപ്പിച്ചിതാ ദ്വാരപാലകൻ മോഹനകക്ഷിയിൽ. മൂവിധം ജനമുൾത്തിങ്ങി കച്ചവടം പല മട്ടിലും നടത്തും, ദ്രവ്യപൂർണങ്ങൾ അങ്ങാടികൾ നിറഞ്ഞതായി. രാഗദ്വേഷങ്ങളും കാമലോഭാദികളും ഒത്തഹോ വ്യാകുലം ധനസമ്പൂർണം ശ്രേഷ്ഠം വിദ്വജ്ജനാവൃതം. നഗരം നോക്കിയ രാജമന്ദിരാഭിമുഖം ശുഗൻ നടന്നു, 2ാം ഇനനെ പോലെ കത്തിത്തിളങ്ങുവാൻ. അപ്പോൾ അവിടെയും ഈ നമ്മൾ കാഴ്ചകൾ കുറേ കണ്ടിട്ടാണ് അദ്ദേഹം വന്നത്. ഈ രാജ്യത്ത് കടന്നപ്പോഴും ഇതെല്ലാം അവിടെ കാണുന്നുണ്ട്. രണ്ടിലും വ്യത്യാസമുണ്ട്. ഒന്ന് ആസക്തിയോട് കൂടിയിട്ടാണ് ആദ്യം കണ്ടതൊക്കെ, മറ്റത് ആസക്തി ഇല്ലാതെ കണ്ടാണ്. അവിടെയും ദ്വാരപാലം തടഞ്ഞാനൊരു കൊള്ളിപോൽ നിന്നാൻ പടിക്കൽ താൻ മോക്ഷം മാത്രം ഇച്ഛിക്കും അശുകൻ. വെയിലും തണലും തുല്യം കാണും ആ താപസോത്തമൻ, ഏകാന്ത ധ്യാനവും ചെയ്തു നിന്നാൻ അങ്ങൊരു കുറ്റിപോൽ. ഇപ്പോൾ ഇവിടെ വെയിൽ വിഷയമല്ല, മഴ വിഷയമല്ല, മഞ്ഞ് വിഷയമല്ല, കാലാവസ്ഥ ഒന്നും വിഷയമല്ല. ഇതൊന്നും കടന്നിറക്കണേ, വാനപ്രസ്ഥം കഴിഞ്ഞിറക്കണു, ഇന്നൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു പരിവ്രാജകനാണ് ശ്രീ ശുക ബ്രഹ്മർഷി. കുട്ടിയാണ്, 12 വയസ്സേ ഉണ്ടാവുള്ളൂ. മുഹൂർത്തം കൊണ്ടു രാജാവിൽ സജീവൻ തൊഴുകയുമായി എത്തി പ്രവേശിപ്പിച്ചാൻ ആ 2ാം കക്ഷയിൽ ആദരാൽ. ഇപ്പം ഇങ്ങനെ കടന്നു വന്നു, മറ്റേ 2ാമത്തെ ആൾ തടുത്തു. അപ്പോഴേക്കും രാജാവ് ഇവിടെ എത്തി. അതാ പറഞ്ഞത്, ഈ CCTV ഉണ്ട് അവിടെ. അതേപോലെ വാഹനമൊന്നും വേണ്ട, വിചാരിച്ച മാത്രയിൽ ഇവിടെ എത്താനുള്ള കഴിവുണ്ട് രാജാവിന്. അദ്ദേഹം ഇവിടെ എത്തി, ക്ഷമാപണം ചെയ്തു. അതെങ്ങനെയാണ് ക്ഷമാപണം? പ്രത്യേകിച്ച് ക്ഷമാപണത്തിന് പല മാതൃകകളുണ്ട്, ഇവിടെ കേൾക്കാം. മനം കവർന്നിടം പൂവല്ലികളും നന്മരങ്ങളും നിറഞ്ഞ രാജോദ്യാനത്തിൽ സൽക്കരിച്ചു മുനീന്ദ്രനെ. കാമശാസ്ത്രം പഠിച്ചുള്ളോർ നൃത്യ ഗീത വിദഗ്ധകൾ, രാജസേവാ തൽപരകൾ അണഞ്ഞാർ വാരനാരികൾ. അവിടെ രാജാവിനെ സൽക്കരിച്ചിരിക്കുമ്പോൾ തരുണികളായിട്ടുള്ള കുമാരികൾ അനവധി ആൾക്കാർ വന്നു സ്വീകരിക്കാനും സൽക്കരിക്കാനും സേവനം ചെയ്യാനുമായിട്ട്. ഇപ്പോൾ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ യുവാവായിട്ടുള്ള ഈ ഉണ്ണിക്ക് എന്തായാലും ഒരു കാമം ഉണ്ടാവും. അതുണ്ടാവുണ്ടോ എന്ന് അടുത്ത പരീക്ഷ. അതാ പറഞ്ഞ ക്ഷമ. ഇവിടെ എങ്ങനെയാണ് ക്ഷമ? നേരത്തെ പ്രതിഹാരി എന്നൊക്കെ പറഞ്ഞപ്പോൾ തടുക്കല്ലേ ഉണ്ടായത്, അതൊരു വിഷമുണ്ടാക്കല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, സൽക്കരിക്കുകയാണ്. അപ്പോൾ ആ സൽക്കാരം എന്താ സംഭവിക്കുക?
ഇവിടെ ഈ ജ്ഞാനം, ഈ വൈരാഗ്യം അത് നഷ്ടാവും. അത് നഷ്ടാവുണ്ടോ എന്നാ പരീക്ഷയെ. അതാണ് ആ ക്ഷമ ചോദിച്ചത്. അവരെ ശുഖസേവയ്ക്കായി ഏൽപ്പിച്ചു സജീവോത്തമൻ. വെളിയിൽ പോയത് അവിടെ നിന്നാൻ വ്യാസസുതൻ ശുഗൻ. പൂജിച്ചാർ മുനിയെ ഭക്തിപൂർവമാ വാരനാരികൾ. ദേശകാലോചിതം ഭക്ഷ്യമേകി തോഷമിയറ്റിനാർ. അപ്പോൾ ഈ കുട്ടികളെങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവുക? എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് അതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഭക്ഷണമായാലും മറ്റേ എന്തൊക്കെ സൗകര്യം വെച്ചാൽ അതൊക്കെ. പിന്നീട് അന്തപുരത്തിങ്കൽ വാഴുമ കാമിനി ജനം കാട്ടിക്കൊടുത്താൻ കാമാർത്ഥമാരാ നൽ പ്രമദാവനം. മൃദുവായോതുമാരൂപഗുണമാളം യുവാവിനെ രണ്ടാം പൂവമ്പനെ പോലെ കണ്ടു മോഹിച്ചു നാരികൾ. സാധാരണഗതിയിൽ ഈ പുരുഷൻ സ്ത്രീകളെയാണ് ഇഷ്ടപ്പെടുക, കാമിക്കുക. ഇവിടെ ഈ സ്ത്രീകൾ പുരുഷനെയാണ് ഇഷ്ടപ്പെട്ടത്. പുരുഷനോ ഇവരൊക്കെ അമ്മമാരാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ കുടുങ്ങി. ശുശ്രൂഷിച്ചാർ ശുഗൻ മുറ്റും ജിതാത്മാവെന്നു കണ്ടവർ. അരണീജാതൻ അവരിൽ കൽപ്പിച്ചാൻ മാതൃഭാവവും. ഇപ്പം ഈ അരണിയിലാണ് ആരുണ്ടായത്? ശ്രീശുഖബ്രഹ്മർഷി ഉണ്ടായത്. ഇവര് ഈ പെൺകുട്ടികളിൽ അമ്മ എന്ന മാതൃഭാവത്തെ കണ്ടു. ഇത് പെൺകുട്ടികൾ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം അവർ ആണുങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കും. അങ്ങനെയാണ് പതിവേ. ആത്മാരാമൻ ജിതക്രോധൻ അവനുണ്ടോ സുഖദുഃഖാദികൾ. മിണ്ടാതിരുന്നാൻ അവർ തൻ ഭാവചേഷ്ടകൾ കണ്ടുടൻ. ഒരു സിനിമ കാണുന്ന പോലെ ഇങ്ങനെ കണ്ടിരുന്നു. അതിനോട് യാതൊരു പ്രതിബദ്ധതയില്ല. കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് മാംസചക്ഷുസിൻ്റെ മുമ്പിൽ അവരങ്ങനെ ഇരിക്കുന്നുണ്ട്, അത് കണ്ടു എന്നല്ലാതെ അതിനപ്പുറം യാതൊന്നുമില്ല. പട്ടുപൂമെത്തയിൽ ചിത്രകമ്പളം ചേർത്തു ഭംഗിയായി അണിഞ്ഞൊരുക്കി ശുഗദേവനു നൽകിയിടിനാരവർ. മടി കൂടാതെ കൈകാലുകൾ കഴുകി കുശപാണിയായിരുന്നു വാസിച്ചു സായം സന്ധ്യയെ ശുഗദേവനും. യാമമൊന്ന് ഇത്തരം ധ്യാനിച്ചുറങ്ങി. തദനന്തരം 2 യാമം കഴിഞ്ഞപ്പോൾ ഉണർന്നു വടിവിൽ ശുഗൻ. അന്ത്യമാം രാത്രി തൻ യാമം ധ്യാനത്തിൽ താൻ കഴിച്ചുടൻ കുളിച്ചു ദിനകൃത്യങ്ങൾ ചെയ്തിരുന്നാൾ സമാധിയിൽ. മിഥിലാഗമനം എന്ന 17-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ഇപ്പോൾ അങ്ങോട്ട് കടന്നു. പട്ടുവിരിപ്പ്, പട്ടുമെത്ത, എല്ലാ സുഖങ്ങളും ഉണ്ട്. ഇനി എത്രയാ വിസ്തരിക്കേണ്ട വെച്ചാൽ അത്രയൊക്കെ ആവാം, കൂട്ടി പറയാം, കുഴപ്പമില്ല. അതിലിരുന്നു. ഇപ്പം 4 യാമാണ് പകലിനും 4 യാമാണ് രാത്രിയും. 4 യാമം പകലത്തെ കാര്യം പറഞ്ഞു. രാത്രിയിൽ ആദ്യത്തെ യാമം ഈശ്വരോപാസനയ്ക്കുള്ളതാണ്. സന്ധ്യാവന്തനം എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ. ഈശ്വരോപാസന ഒരു യാമം. പിന്നത്തെ 2 യാമങ്ങൾ ഉറങ്ങാനുള്ളതാണ്. 4-ാമത്തെ യാമം ഈശ്വരധ്യാനത്തിനുള്ളതാണ്. പൂജാതി കാര്യങ്ങൾ എല്ലാം രാവിലെ തുറന്നു കഴിഞ്ഞാൽ ശുദ്ധി പ്രക്രിയാദി കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത് ആദ്യത്തെ യാമവും 4-ാമത്തെ യാമവും ഈ പ്രകാരത്തിൽ ചെയ്തു. 2 യാമം കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു വിഷയേ ഉണ്ടായില്ല. അവർ ശ്രീശുഖ ബ്രഹ്മർഷി അങ്ങോട്ട് പഠിച്ചു. അപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി വന്നവർ പഠിക്കുകയുണ്ടായത് നിസ്സാരം. ശിഷ്യൻ ഗുരു മാറി. അങ്ങനെ ആ ശ്രീശുഖ ബ്രഹ്മർഷി എപ്രകാരത്തിലാണോ എല്ലാറ്റിനെയും കാണുന്നതും അനുഭവിക്കുന്നതും സ്വീകരിക്കുന്നതും തള്ളുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു ഈ 1 അധ്യായം കൊണ്ട്. ഇനി 2 അധ്യായം കൊണ്ട് മിഥില രാജാവും ഈ ശ്രീശുഖ ബ്രഹ്മർഷിയും തമ്മിലുള്ള സംവാദമാണ്. അതിലും ശ്രീശുഖ ബ്രഹ്മർഷി ജയിക്കുകയാണ്. അതും നിമി മഹാരാജാവ് തോൽക്കാതെ കണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള 2 അധ്യായങ്ങളാണ്. അത് നമുക്ക് നാളെ പാരായണം ചെയ്യാം. സർവത്ര ശ്രീമദ്ദേവി നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ഈ ഭാഗങ്ങളൊക്കെ കേട്ടാൽ കേൾക്കുന്നവർക്ക് ഫലം, ഗുണം, അത്രയേ പറയാനുള്ളൂ.